ഹലോ, ഇന്ന് നമ്മൾ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ക്രിസ്മസ് ആയിട്ടുള്ള ഹോം ഡെക്കറേഷൻ ആൻഡ് ട്രീ സെറ്റിംഗ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കുറേ ക്രിസ്മസ് ഡെക്കോർസ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പുതിയതൊന്നും വാങ്ങിയില്ല. ആൻഡ് ഇപ്രാവശ്യം എനിക്ക് കുറച്ചും കൂടി ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ടാണ് ഇൻട്രസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ബട്ട് ദിസ് ടൈം ഐ വോണ്ട് ടു കീപ് ഇറ്റ് വെരി സിമ്പിൾ, ക്ലാസി ആൻഡ് എലഗന്റ്. നൗ ദാറ്റ് സ്മൈൽ ദാറ്റ് യു സീ ഓൺ മൈ അമ്മാവൻ ആൻഡ് അമ്മൂമാസ് ഫേസ് ഇസ് ഫ്രം മീക്കു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെക്കോറിൽ കണ്ടുപിടിച്ചു കേട്ടോ വിങ്സ്. അപ്പോൾ അതൊക്കെ ഇട്ട് മീക്കുവിനൊരു ടോപ്പൊക്കെ ഇടിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ആൾക്ക് ഇഷ്ടമായില്ല, അപ്പം തന്നെ അഴിച്ചു കളഞ്ഞു. കുറേ സമയം അവിടെ പോയി എന്ന് വേണം പറയാൻ. പക്ഷേ എന്തായാലും ഇനിയിപ്പം നമുക്ക് സമയം കളയാനല്ല, നമുക്ക് ഡെക്കോറിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ റൂം ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. കുറച്ചൊന്ന് ക്രിസ്മസ് തീംഡ് കേർട്ടൻസ് ഒക്കെ ഇടുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. സോ അതിനുവേണ്ടി ആദ്യം റൂം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടീപ്പോയിൽ ഇങ്ങനെ ഒരു സംഭവം ഇട്ടു, ചെയറിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടു. ഇതൊക്കെ പഴയതാട്ടോ, ഇതൊന്നും വാങ്ങിയതല്ല. ഈ കാണുന്ന സാധനം ദിസ് റണ്ണർ ഇസ് സംതിങ് ദാറ്റ് ഐ ബോട്ട് ദിസ് ടൈം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ബ്രോഡ്വേയിൽ ഒരു ചെറിയ കടയിൽ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. അങ്ങനെ ടേബിൾ ഇസ് ഓൾ സെറ്റ്. ഡൈനിങ് ടേബിൾ ആണെങ്കിലും എൻ്റെ ടീപ്പോയ് ആണെങ്കിലും അത്ര മതി, ഓവർ ഡെക്കറേഷൻ വേണ്ട ഞാൻ ഓർത്തു. ഇനി എൻ്റെ ട്രീ, ഈ ട്രീ ആണ് നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ട്രീ ആണ് കേട്ടോ. ദാറ്റ്സ് വൈ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ അസ്. അപ്പം ട്രീയിൽ ഞാൻ യൂഷ്വലി കുറേ കളറുള്ള സാധനമൊക്കെ ഇടാറുണ്ട്. പക്ഷെ ദിസ് ടൈം ഐ വോണ്ടഡ് ടു കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. സോ ഞാൻ റെഡ് ആൻഡ് ഗോൾഡൻ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ ഫോർ ട്രീ ഡെക്കറേഷൻ. ആൻഡ് ഇതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ്സ് മൾട്ടി കളറാണ്. ബട്ട് ദിസ് ടൈം ഐ വോണ്ടഡ് എ ചേഞ്ച്. അതുകൊണ്ട് ഞാൻ നോർമൽ വോം ലൈറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ റിയലി ലൈക്ക് ദിസ് സിമ്പിൾ ട്രീ. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ക്ഷീണമായി. സോ ഐ ഹാഡ് ലഞ്ച്, ചോറും മീൻ വറുത്തതും സാമ്പാറും, അത് മാംഗോ ഷേക്കും കുടിച്ചു. ഫുഡിങ് സെക്ഷൻ അവിടെ തീർത്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ട്രീയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരും പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അഗെയിൻ ബാക്ക് ടു വർക്ക്. അപ്പോൾ ഞാനും അമ്മൂമ്മയും നിങ്ങൾക്കറിയാലോ, കീരിയും പാമ്പും പോലെ ഒന്നും രണ്ടും പറഞ്ഞ് എപ്പോഴും ഇതേപോലെ തല്ലുകൂടലാണ് ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. സോ ഇന്നും അതെന്തോ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ തല്ലുണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ വെറും ഫ്രണ്ട്ലി തല്ലുകളാണ് കേട്ടോ, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്പം തന്നെ തീർക്കും. അങ്ങനെ ഇതേ നമ്മൾ കുഷൻസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പം കേർട്ടൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇതാണ് എൻ്റെ കേർട്ടൻ തീം. ഞാൻ ഈ റെഡ് കേർട്ടൻസ് 2 വാങ്ങിയതാണ്. ഞാൻ ആ ഷോപ്പിൻ്റെ പേര് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ക്രിസ്മസ് ട്രീയും കേർട്ടൻസും സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എനിക്കെന്നല്ല, എല്ലാവർക്കും വി ഫെൽറ്റ് ഗുഡ്. അത് കഴിഞ്ഞ് ഡോറൊക്കെ ഇങ്ങനെ എംറ്റി ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഡോറിൽ എന്തോ ചെയ്യും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു യൂസ് ദറ്റ് സ്നോഫ്ലേക്ക്. ആൻഡ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ, ഇങ്ങനെ ആ ഒരു ഷോ കേസ് പോലത്തെ ഏരിയയിൽ ഞാൻ എന്തൊക്കെയോ കുറച്ച് സ്റ്റാറൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് റൂം ഇസ് ഓൾ സെറ്റ്. ഇനി ഒരു ക്രിബ് ഉണ്ടാക്കണം. അത് എവിടെ വയ്ക്കണമെന്ന് എനിക്കറിയില്ല, അത് ഡിസൈഡ് ആയിട്ടില്ല. പിന്നെ ഞാൻ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് തീംഡ്. അപ്പം അതുകൊണ്ട് റൂമിൽ വിരിച്ച് ഇന്നത്തെ കലാപരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞു. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ ബൈ.